സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക. അപ്പൊ അവിടെ എപ്പോഴും എനിക്കൊന്നും 1947 തൊട്ട് ഭാരതത്തിന്റെയും ഒരു സ്റ്റാൻഡ് അങ്ങനെ ആയിരുന്നു. നമ്മൾ ഒരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള അത് വേണം വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, അത് വേണം. അപ്പൊ നമ്മൾ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഐഡിയ, നമുക്കൊരു വാല്യൂസിന്റെ ഒരു ഐഡിയ, നമ്മളൊരു ഭാരതം ഒരിക്കലും ആരെയും പോയി ആക്രമിച്ചിട്ടില്ല, അങ്ങനെയുള്ള ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ രാഷ്ട്ര താല്പര്യം പലപ്പോഴും വേണ്ടാന്ന് വെച്ച് നമ്മൾ ഇതുപോലത്തെ മൂല്യങ്ങളുടെ ബാക്കിൽ പോകും. ചില നേരത്തെ സത്യങ്ങൾ നുണയായിട്ടേ മറ്റുള്ളവർക്ക് തോന്നും. മൂല്യങ്ങളും വേണം, രാഷ്ട്ര താല്പര്യം വേണം, അതിനൊരു ബാലൻസ് വേണം എന്നാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്. രണ്ടാമത് അതിന്റെ രണ്ട് ഉദാഹരണം പറയാം. നേരത്തെ ശ്രീ ശങ്കുരി ദാസ് ഓൾറെഡി പറഞ്ഞു 93,000 പ്രിസണേഴ്സ് ഓഫ് വാർ ഉണ്ടായിരുന്നു. അന്ന് സുൽഫർ ഭുട്ടോ ഇന്ദിരാഗാന്ധിജിയുടെ കാല് പിടിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. അദ്ദേഹത്തിന് പോയ സമയത്ത് അവിടുത്തെ സൈന്യം ഇത് എങ്ങനെയെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തിക്കൊണ്ട് വരിക എന്നുള്ള ഒരു ദൗത്യത്തിലാണ് ഭുട്ടോ പോയത്. ഷിംലയിൽ വന്നിട്ട് ആ എഗ്രിമെന്റിന് ചെയ്തപ്പം തിരിച്ച് ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ആണ് കിട്ടിയെന്ന് പറഞ്ഞാൽ ആ ഭുട്ടോ അവിടെ ജയിച്ച മാതിരിയാണ് തിരിച്ചു പോയത്. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. അതായത് അദ്ദേഹത്തെ സംബന്ധിച്ച് അതൊരു വിജയമായിരുന്നു. കാരണം ഇന്ദിരാഗാന്ധിജി അദ്ദേഹം ഒരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള, അത് വളരെ വിശാല ഹൃദയമായിട്ട്, അതായത് കശ്മീരിന്റെ ഇഷ്യൂ പിന്നീട് നമുക്ക് സോൾവ് ചെയ്യാം, ലൈൻ ഓഫ് കൺട്രോൾ എന്നുള്ള നിലയിലേക്ക് തൽക്കാലം അവിടെ നിൽക്കട്ടെ, ആ ലൈൻ ഓഫ് കൺട്രോൾ നോക്കി എത്രമാത്രം ചോരയാണ് പിന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. 100% ഞാൻ യോജിക്കുന്നു. എത്രമാത്രം ഭീകരവാദികളാണ് അവിടുന്ന് വന്നിട്ടുള്ളത്. കാർഗിൽ യുദ്ധം നടന്നത് ലൈൻ ഓഫ് കൺട്രോളിൽ. അപ്പൊ അന്ന് നമുക്ക് വേണമെങ്കിൽ ആ പാക് ഓക്യുപ്പൈ കശ്മീരിന് ഒരു പരിഹാരം കൊണ്ടുവരണം. ഇപ്പൊ ഒരു വർഷത്തോളം നമ്മൾ ഈ ഇത്രയും പ്രിസണേഴ്സ് ഓഫ് വാറിനെ നമ്മളെ കയ്യിലുണ്ടായിരുന്നു. എന്തുകൊണ്ട് നമ്മളെ പ്രിസണേഴ്സ് ഓഫ് വാർ ഇന്നും വരാത്ത ആളുകളുണ്ട്? ഇന്നും പാകിസ്ഥാനി ജയിലില് ഇന്ത്യൻ സോൾജേഴ്സ് ഇപ്പോഴും ഉണ്ട്. എന്റെ പണം എന്റെ നാടിന് വേണ്ടി ചെലവാക്കണം എന്നാണ് എന്റെ ആഗ്രഹം. എന്തുകൊണ്ട് നമ്മൾ മൊത്തം അവർ വന്നു കഴിഞ്ഞിട്ട് മാത്രമേ ഇവരെ വിട്ടുകൊടുക്കത്തുള്ളൂ നമ്മൾ പറഞ്ഞത്? വളരെ ശരിയാണ്. സൺ ഇൻ ലോ പോലെ തന്നെയാണ് അവരെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് എനിക്ക് തെറ്റൊന്നും കാണുന്നില്ല. കാരണം നമ്മുടെ സംസ്കാരം അങ്ങനെയാണ്. നമ്മൾ ആരെ ശത്രുക്കളായാലും ശരി നമ്മൾ അവരെ നോക്കും, അവരിനി എങ്ങനെയാലും ശരി. അതാണ് നേരത്തെ ജനറൽ ജേക്കബ് പറഞ്ഞിട്ടുള്ളത്. അതായത് എപ്പോഴാണോ അവർ നമ്മളെ കയ്യിൽ കിട്ടിയത് അവരെ തിരിച്ചു കൊടുത്തപ്പോ ഏകദേശം 50% വെയിറ്റ് കൂട്ടിയിട്ടാണ് കൊടുത്തത്. അത് അത്ര നന്നായിട്ട് ഫുഡും എല്ലാം കൊടുത്തിട്ടാണ് അവരെ പറഞ്ഞയച്ചത്. അപ്പൊ അങ്ങനെയുള്ള രീതിയിലേക്ക് നമ്മൾ പോലും നമുക്ക് ഒരു ബ്ലാങ്കറ്റ് ഇല്ലാതെ കടന്നെങ്കിലും അവർക്ക് നമ്മൾ ബ്ലാങ്കറ്റ് കൊടുത്തു. അതെല്ലാം പിന്നീട് അവരും അത് അംഗീകരിച്ച കാര്യമാണ്. അതെല്ലാം നല്ലതാണ്. പക്ഷെ എന്റെ ചോദ്യം, എന്തുകൊണ്ട് നമ്മൾ കശ്മീരിന് ഒരു പരിഹാരം നമ്മൾ കണ്ടില്ല? ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗിവ് അപ്പ്? അത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമായിരുന്നു. അന്ന് ഒരു 6 മാസം കൂടെ പോട്ടെ, ഒരു വർഷം കൂടെ പോട്ടെ, ഇവരെന്തായാലും നമ്മൾ നന്നായിട്ടാണ് ഇവർ നോക്കുന്നത്, അത് കഴിഞ്ഞിട്ട് മതി, നിങ്ങൾ കശ്മീരിലെ ഒരു തീരുമാനം പറയൂ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവരെ ചെയ്യാം. രണ്ടാമത്, ഏറ്റവും ഇമ്പോർട്ടന്റ്, നമ്മുടെ സൈന്യത്തിന്റെ ആളുകളെ അവർ പിടിച്ചു വെച്ചിട്ട് എന്തുകൊണ്ട് അവരെ വിട്ടില്ല? എല്ലാവരെയും വിട്ടിട്ട് മാത്രമായിരുന്നു നമ്മൾ എൻഷുർ ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തത്, ഏറ്റവും തന്ത്രപരമായിട്ടുള്ള, അവിടെയാണ് നമുക്ക് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു വിഷന്റെ കുറവ് എന്ന് വേണമെങ്കിൽ പറയാം. അഫ്കോഴ്സ് നമ്മളിപ്പോ തിരിഞ്ഞു നോക്കുമ്പോൾ ഇല്ല പറയല്ലേ, ഹൈൻസൈറ്റ് 6/6 എന്ന് പറയും. തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം വളരെ വ്യക്തമായിട്ട് കാണുന്നതാണെങ്കിൽ തന്നെയും അന്നും ഇതേപോലെ ബുദ്ധിയും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ തന്നെയായിരുന്നു. മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. ഇപ്പൊ നോക്കൂ, സിലിഗുരി കോറിഡോർ എന്ന് പറഞ്ഞൊരു ഒരു കോറിഡോർ ഉണ്ട്. 60 കിലോമീറ്റർ അതിന്റെ ലെങ്തും 20/20-22 കിലോമീറ്റർ ആണ് അതിന്റെ വിഡ്ത്. അതായത് ഭാരതത്തിന്റെ നോർത്ത് ഈസ്റ്റിനെ കട്ട് ചെയ്യണമെങ്കിൽ 20 കിലോമീറ്റർ വെച്ച് കട്ട് ചെയ്താൽ മാത്രം മതി. നമ്മൾ ബംഗ്ലാദേശിലേക്ക് നമ്മൾ സൈന്യം അയക്കുന്നു. ബംഗ്ലാദേശിൽ നമ്മളെ സൈന്യം 1000-ന് മുകളിൽ സൈന്യം നമ്മളെ ജീവൻ കൊടുത്തു. നമ്മൾ മുജീബുർ റഹ്മാനെ വിളിച്ച് നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്ത സമയത്ത്, നിങ്ങൾക്ക് യുദ്ധം ഞങ്ങൾ ചെയ്യും, നിങ്ങൾക്ക് ഞങ്ങളൊരു പുതിയ രാജ്യം ഞങ്ങൾ ഉണ്ടാക്കിത്തരും, ഞങ്ങളെ സൈന്യം നിങ്ങൾക്ക് വേണ്ടി നിൽക്കും, പക്ഷേ യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കോറിഡോർ 22 കിലോമീറ്റർ എന്നുള്ളത് ഞങ്ങൾക്കൊരു 50 കിലോമീറ്റർ വേണം. ഈ 50 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അന്ന് ആ ഭാഗത്തൊന്നും ഒരു പ്രശ്നവുമില്ല. 100% ഞാൻ യോജിക്കുന്നു. കാരണം അതൊന്നും അത്ര വലിയൊരു പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയയോ അല്ലെങ്കിൽ വലിയ സിറ്റീസ് ഒന്നുമല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഷേഖ് മുജീബുർ റഹ്മാൻ അവരെ എഗ്രീം ചെയ്തതാണ്. അവരടുത്ത് പറഞ്ഞാൽ ശരിയാണ്, നിങ്ങളത് അത് നിങ്ങൾക്കും ഒരു താല്പര്യമുള്ള കാര്യമാണ്, നമുക്കത് ചെയ്യാമെന്ന്. അത് നമ്മൾ ചെയ്തില്ല. ഇന്നും സിലിഗുരി കോറിഡോർ 22 കിലോമീറ്റർ മാത്രം 22 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ആ 60 കിലോമീറ്റർ. അന്ന് നമ്മളത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നമ്മളെ നോർത്ത് ഈസ്റ്റ് കുറച്ചും കൂടെ സെക്യൂർ ആയിരുന്നു. എല്ലാം ഒരു നിമിത്തമാണെന്ന് ഞാൻ പറയൂ. ഇന്ന് ബംഗ്ലാദേശിൽ നിന്നിട്ട് അവര് പറയത്തില്ല ഞങ്ങൾ ഭാരതത്തിന് രണ്ടാക്കം ചെയ്യാൻ പറ്റും. കാരണം എന്തുകൊണ്ടാണ് പറയാൻ സാധിക്കുന്നത്? ഈ സിലിഗുരി കോറിഡോർ ഇപ്പോഴും നമ്മളെ ആ ഒരു വൾനറബിലിറ്റി ആയിട്ട് മാറി.
അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ തന്ത്രപരമായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ചില കാര്യങ്ങൾ തന്ത്രപരമായിട്ട് ചെയ്തു, അതിനെ അംഗീകരിക്കുന്നുണ്ട് ഞാൻ. അത് റഷ്യയുമായിട്ടുള്ള സോവിയറ്റ് യൂണിയനുള്ള ഒരു കരാറായാലും ശരി, US-ആയിട്ടുള്ള നേരിടുന്നാലും ശരി, മറ്റു കാര്യങ്ങൾ അതായത് സൈന്യത്തിന് വേണ്ട ആവശ്യങ്ങളെല്ലാം അതെല്ലാം ശരിയാണ്. പക്ഷെ ഇത് എക്കാലവും ഒരു വിമർശനം മാത്രമല്ല, ഒരു നമ്മളെ സംബന്ധിച്ചുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു വലിയ ഒരു വീഴ്ച എന്ന് തന്നെ പറയേണ്ടി വരും. അവിടെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. വരട്ടെ